my dear friends, welcome to my channel Nest by Roops. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുഞ്ഞു റെസിപ്പിയുമായാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സ്നാക്സ് റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ലാസ്റ്റ് വീക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ടപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചു, ഇത് എന്ത് റെസിപ്പിയാണ്, എങ്ങനെയാണ് ഉണ്ടാക്കുക, എന്താണ് ഇതിൻ്റെ പേര് എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി ഇത് കണ്ണൂർ മാത്രം കിട്ടുന്ന ഒരു സ്നാക്സ് ആണ്. തലശ്ശേരി സ്പെഷ്യൽ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എനിക്ക് തോന്നി കണ്ണൂരല്ലാതെ എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇതിൻ്റെ ടേസ്റ്റ് ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പേര് കോഴിക്കാൽ, ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോയിക്കാൽ. പേര് കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ചിക്കൻ കൊണ്ടുള്ള ഐറ്റം ഒന്നുമല്ല. നമ്മുടെ നാടൻ കപ്പ, അതാ കൊള്ളിക്കിഴങ്ങ്, അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്സ് ഐറ്റമാണ് ഇത്. ഒരുപക്ഷെ ഇതിൻ്റെ ഷേപ്പ് കൊണ്ടോ അല്ല നമുക്ക് കടിച്ചു പറിച്ച് കഴിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം കോയിക്കാൽ എന്ന പേര് വന്നിട്ടുണ്ടാകുക. ഞാൻ ഒരുപാട് കത്തിയടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. അതിനു മുൻപായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കോയിക്കാലിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കപ്പയാണ്. ഇതുപോലെയുള്ള കപ്പയാണ്. ഞാൻ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച കപ്പയാണിത്. നമുക്ക് ഈ കപ്പയെ ചെറിയ നീളമുള്ള ചെറിയ ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുക്കാം. മാക്സിമം നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ഈ ഐറ്റം നീളത്തിലുള്ള കപ്പ വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാം ഒരേ സൈസിൽ തന്നെ കിട്ടണമെന്നില്ല, എങ്കിലും മാക്സിമം നമ്മൾ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നീളത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിലായിരിക്കണം, തീരെ കട്ടിയില്ലാതെ ആകരുത്. അപ്പോൾ നമ്മൾ കഴുകാനൊക്കെ എടുക്കുമ്പോൾ പൊട്ടിപ്പോകും. കുറച്ച് കനത്തിൽ, എന്നാൽ നമുക്ക് കുക്കാകാൻ പാകത്തിന്, ഒരുപാട് വീതിക്കും ആകാൻ പാടില്ല. ഇങ്ങനെ കട്ട് ചെയ്ത കപ്പ ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയായിരുന്നു ചെയ്തത്. ഇത് നല്ലതുപോലെ കഴുകി അതിന് ശേഷം ഉപ്പിട്ട്, പച്ചവെള്ളം തന്നെയാണ് എടുത്തത്. പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് അതിലേക്ക് ഇട്ട് വെക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ കപ്പയുടെ പ്രോസസ്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ബാക്കി പണികളൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് ഈ ഉപ്പൊക്കെ കപ്പയിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടും. കപ്പ എല്ലാം മുങ്ങിക്കിടക്കുന്ന പാകത്തിന്. കണ്ടോ, ഞാൻ കട്ട് ചെയ്തതിൽ ചെറിയ പീസസുമുണ്ട്, എന്നാൽ കുറച്ച് നീളത്തിലുള്ള പീസസുമുണ്ട്. ചിലതൊക്കെ നമ്മൾ നീളത്തിൽ അരിഞ്ഞതാണെങ്കിൽ കൂടെയും നമ്മൾ ഈ കഴുകുമ്പോഴൊക്കെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമല്ലോ, അപ്പോഴൊക്കെ ഒന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ പീസായി പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ കപ്പകളൊക്കെ മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് അതിൽ ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് മുക്കി വെക്കാം. ഇനിയാണ് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ 3/4 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ഉണ്ട്. ഇവിടെ ഞാൻ ഒരു 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതുക്കിയെടുത്തതാണ്. വെളുത്തുള്ളി ഞാൻ തൊലിയൊന്നും കളയാതെ തന്നെ അതിൻ്റെ പുറത്ത് നൈസായിട്ടുള്ള ആ തൊലി കളഞ്ഞിട്ട് ബാക്കി ഞാൻ അതുപോലെ തന്നെ ചതുക്കിയെടുക്കുകയാണ് ചെയ്തത്. ആ തൊലി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഫ്രൈ ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. പിന്നെ 2 കൊളുന്ത് കറിവേപ്പില കൂടെ, അത് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ ചെറുതായി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം.
മുറിച്ചിട്ട് ഇതാക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് നമ്മുടെ ഈ മാവിലേക്ക് പിടിക്കുന്നത്. ചെറുതായി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർക്കാം. അതിനായിട്ട് 2 ടീസ്പൂണ് മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പച്ചമുളക് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കാം, അതല്ല മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഒരു നുള്ള് കായപ്പൊടി. കായത്തിൻ്റെ മണമൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ശരിക്കും പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇനി ഇതൊക്കെ നമ്മുടെ കൈ യൂസ് ചെയ്ത് തന്നെ നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ഇതിൽ നല്ലതുപോലെ മിക്സായി വരണം. എല്ലായിടത്തും ഒരുപോലെ. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് പേസ്റ്റല്ല ചതച്ചതാണ്, അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. കുറച്ച് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കപ്പയിലൊക്കെ ഇത് നല്ലതുപോലെ പിടിച്ച് നിൽക്കുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ പാകം. കണ്ടോ? ഇനി നമ്മൾ നേരത്തെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച കപ്പ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഊറ്റി വെച്ചായിരുന്നു. ആ കപ്പ നമുക്ക് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴും കപ്പ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ നൈസായി അരിയാൻ പാടില്ല, എന്നാൽ നല്ല കനത്തിലും ആകാൻ പാടില്ല. പതുക്കെ ശ്രദ്ധിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. കപ്പയുടെ എല്ലാ പീസിലേക്കും ഈ മാവ് എത്തുന്ന രീതിയിൽ എരിവും ഉപ്പും ഒക്കെ നല്ലതുപോലെ മിക്സ് ആകുന്ന രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് കപ്പയും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു കൈപ്പിടിയിൽ പിടിക്കുമ്പോൾ ഇളകിപ്പോകാതെ പരുവാണ്. കണ്ടോ? ഇങ്ങനെ നമ്മൾ കുറച്ചെടുത്ത് നമ്മുടെ ഒരു കൈപ്പിടിയിലെടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ അതിനെല്ലാം ഒന്ന് ചേർന്ന് ഒട്ടി നിൽക്കുന്ന രീതിയിൽ, വിട്ടു പോകാത്ത രീതിയിൽ ആയിരിക്കണം. ഇതിപ്പോൾ പാകമാണ്. ഇനി അഥവാ അങ്ങനെ വിട്ട് വരുന്നുണ്ടെങ്കിൽ മാവ് കുറവാണ്, കുറച്ചുകൂടെ മാവിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഈ സമയം ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഓയിലാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു കൈപ്പിടി നീളത്തിൽ നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ നിറയെ എണ്ണ എടുത്തിട്ടില്ല. ഇത് ആക്ച്വലി ഉണ്ടാക്കുക നിറയെ എണ്ണയിൽ മുക്കിപ്പൊരിക്കുകയാണ്. കംപ്ലീറ്റ് മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ എണ്ണയിൽ കവറാകണം. എൻ്റെ കയ്യിൽ അത്രയും വെളിച്ചെണ്ണ ഇല്ലാത്തത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് മുങ്ങിപ്പൊരിയാൻ പാകത്തിന് ചെയ്യണം. ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളൊന്നും ശരിക്ക് കുക്കായി വരണമെന്നില്ല. കംപ്ലീറ്റ് നല്ല ക്രിസ്പിയായി വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണ മുങ്ങി പൊരിയണം. നിറയെ എണ്ണ ഇല്ലാത്തത് കാരണമാണ് ഞാൻ തിരിച്ചും മറിച്ചും വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കണ്ണൂരുകാരല്ലാതെ മറ്റു സ്ഥലങ്ങളിലുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ വൈകുന്നേരത്തെ 4 മണി ചായക്ക് പലഹാരമായൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്സാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് രൂപ്സ്.